2 വർഷം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാതാവിന്റെ ക്ലേശത്തെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലുമെല്ലാം ഖുർആൻ മുലയൂട്ടൽ എടുത്തു പറയുന്നുണ്ട്. അതൊരു കൂട്ടുത്തരവാദിത്തമാണെന്നും ഖുർആൻ പറയുന്നുണ്ട്. എത്രമാത്രം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ തൻ്റെ കുട്ടിക്കല്ലാതെ മറ്റൊരു കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു എന്നിരിക്കട്ടെ. എന്നാൽ ആ സ്ത്രീയുടെ യഥാർത്ഥ കുട്ടികളും ആ മുലപ്പാൽ ലഭിച്ച കുട്ടിയും സഹോദരങ്ങളെ പോലെ ആവുകയാണ്. അവർ തമ്മിൽ വിവാഹം നിഷിദ്ധമാണ് എന്നുകൂടി നാം ഓർക്കാം. അതുപോലെ ഒരു സ്ത്രീയെ വിവാഹമോചനം ചെയ്തെന്നിരിക്കട്ടെ. ആ സ്ത്രീക്ക് ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 2 വയസ്സുവരെ മുലപ്പാൽ കൊടുക്കുന്നതിൽ പിതാവും അതിന് അവരുടെ ചിലവ് വഹിക്കണം. അതിൽ പിതാവിനും ഉത്തരവാദിത്തമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. നമ്മളെല്ലാവരും ഡെലിവറി ഉള്ള സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ്. കുട്ടി ജനിച്ചാൽ ഉടനെ മറ്റു കർമ്മങ്ങളിൽ മുഴുകുന്നതിൻ്റെ കൂടെ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതിൽ നമ്മൾ പ്രയോറിറ്റി നൽകണം. കുട്ടി സാധാരണ ആദ്യത്തെ 1 മണിക്കൂർ വളരെ ആക്റ്റീവായിരിക്കും. ഈ സമയത്ത് കൊളസ്ട്രം എന്ന് പറയുന്ന ഏറ്റവും വളരെ മൂല്യവത്തായ മുലപ്പാലുണ്ട്. അത് കുട്ടിക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും ഉറപ്പുവരുത്തണം. അതുപോലെ മുലപ്പാൽ കൊടുക്കുന്ന ഒരു മദറിനെ എല്ലാ രീതിയിലും കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മുലപ്പാലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, കുട്ടിക്ക് വേണ്ടി മാത്രം ടൈലേർഡ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനാണ് മുലപ്പാൽ എന്ന് നമ്മൾ ഓർക്കണം. അതിലുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ് ഇതെല്ലാം കറക്റ്റ് എത്രയാണോ കുട്ടിക്ക് ആവശ്യം ആ കോൺസെൻട്രേഷനിലാണ് ഉള്ളത്. അത് കുട്ടിക്ക് അടിക്കടി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, ചെവി ഇൻഫെക്ഷന്, ചെസ്റ്റ് ഇൻഫെക്ഷന് ഇതെല്ലാം വരാതിരിക്കാനുള്ള ആൻറ്റിബോഡീസ്, ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് എല്ലാം ഈ മുലപ്പാൽ അടങ്ങിയിരിക്കുന്നുണ്ട്. മുലപ്പാൽ ധാരാളം ലഭിച്ച കുട്ടികൾക്ക് ബുദ്ധി വളർച്ച കൂടുതലായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവർക്ക് ഭാവിയിൽ ആസ്മ, അലർജി ഇതെല്ലാം വരാനുള്ള ചാൻസുകൾ കുറയുമെന്ന് പറയുന്നു. മുലപ്പാൽ കൊടുക്കുമ്പോൾ ഉമ്മയ്ക്കുമുണ്ട്, അല്ലെങ്കിൽ മാതാവിനുമുണ്ട് ഒരുപാട് ഗുണങ്ങൾ. മാതാവിന് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ടൈപ്പ് 2 ഡയബറ്റിസ് ഇതെല്ലാം വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകുക. 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള സമയത്ത് മുലപ്പാലിൻ്റെ കൂടെ മറ്റ് ഭക്ഷണങ്ങളും നൽകുക.